Hello, welcome all. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കുറച്ച് ഇൻപുട്ട് ഡിവൈസുകളെ കുറിച്ചാണ്. ഇൻപുട്ട് ഡിവൈസുകൾ എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് പലർക്കും വളരെയധികം ഇൻപുട്ട് ഡിവൈസുകൾ ഫെമിലിയർ ആയിട്ടുണ്ടായിരിക്കും. അതിൽ തന്നെ നമുക്ക് വളരെ സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് എക്സ്പെക്റ്റ് ചെയ്യാവുന്നതുമാണ്. പക്ഷേ ഒരിക്കലും ഒരു കോമ്പറ്റേറ്റീവ് എക്സാമിന് അല്ലെങ്കിൽ ഒരു PSC പോലെയുള്ള പരീക്ഷകൾക്ക് ഡയറക്റ്റ് ആയിട്ട് ഉള്ള ക്വസ്റ്റ്യൻ, അതായത് ഇപ്പോൾ എന്താണ് ഒരു കീബോർഡ്, അല്ലെങ്കിൽ കീബോർഡ് എന്ന് പറയുന്നത് ഒരു ഇൻപുട്ട് ഡിവൈസ് ആണോ ഔട്ട്പുട്ട് ഡിവൈസ് ആണോ, അങ്ങനെയുള്ള സിമ്പിൾ ക്വസ്റ്റ്യൻസ് ചോദിക്കാൻ സാധ്യത വളരെ കുറവാണ്. ബിക്കോസ് ടെക്നോളജി അഡ്വാൻസ്ഡ് ആണ്, എല്ലാവരും ഈ ഫീൽഡിൽ വർക്ക് ചെയ്യുന്നതുമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, പഠിക്കുന്ന കാര്യം കുറച്ചും കൂടി ഡെപ്തായി പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ആ ഉത്തരങ്ങളെല്ലാം വളരെ ഈസി ആയിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഈ ഇൻപുട്ട് ഡിവൈസുകളെ കുറിച്ച് ആണ് പഠിക്കാൻ പോകുന്നത്. വെൽക്കം ടു ഇന്ത്യൻസ് അക്കാദമി. ദിസ് ഈസ് രേഷ്മ പ്രസൂൺ. ഇനി ഗൈഡല്ല, ഗൈഡൻസ് ആണ് വേണ്ടത്. ഇന്ന് നമ്മൾ ഫസ്റ്റ് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ഇൻപുട്ട് ഡിവൈസ് ആണ് സ്കാനർ എന്ന് പറയുന്നത്. സ്കാനറിൻ്റെ മെയിൻ ഡ്യൂട്ടി ഒരു ഹാർഡ് കോപ്പിയെ പിടിച്ചിട്ട് സോഫ്റ്റ് കോപ്പിയാക്കി മാറ്റുക. ഒന്നും കൂടി ക്ലിയർ ആയി പറയുകയാണെന്നുണ്ടെങ്കിൽ, നമ്മുടെ കയ്യിലൊരു ടെക്സ്റ്റോ അല്ലെന്നുണ്ടെങ്കിൽ ഒരു ഇമേജോ ഉണ്ട്. ആ ഇമേജ് എന്ന് പറയുന്നത് ഒരു ഹാർഡ് കോപ്പി ആണെങ്കിൽ ആ ഹാർഡ് കോപ്പിനെ നമ്മൾ സ്കാനർ വഴി എന്ത് ചെയ്യും, റീഡ് ചെയ്യുമ്പോൾ സ്കാനർ അതിനെന്ത് ചെയ്യും, അതിനെ ഡിജിറ്റൽ ഫോമിലോട്ട് കൺവേർട്ട് ചെയ്തിട്ടാണ് സിസ്റ്റത്തിലേക്ക് വെക്കുന്നത്. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ കയ്യിലുള്ള ഹാർഡ് കോപ്പീനെ ഡിജിറ്റൽ ഫോമിലാക്കി മാറ്റും. ഡിജിറ്റൽ ഫോമിലേക്ക് ആക്കി മാറ്റി സിസ്റ്റത്തിൽ എത്തിക്കഴിഞ്ഞാൽ അത് എന്തായി, സോഫ്റ്റ് കോപ്പിയായി മാറി. ആ സോഫ്റ്റ് കോപ്പിയിൽ നമുക്ക് പിന്നീട് എന്തെങ്കിലും എഡിറ്റിംഗ് ഫംഗ്ഷൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ ചെയ്തെടുക്കാൻ പറ്റും. ദാറ്റ് മീൻസ് ഇവിടെ സ്കാനർ എന്ത് ചെയ്യുന്നു, റീഡ് ചെയ്യുകയും ചെയ്യും, കൺവേർട്ട് ചെയ്യും. എന്തിനെ, ഡോക്യുമെൻറ്റ്സ് എന്ന് പറയുമ്പോൾ ഒന്നുകിൽ ടെക്സ്റ്റ് ആകാം, ഇമേജ് ആകാം. എന്തിലേക്കാണ് മാറ്റുന്നത്, ഡിജിറ്റൽ ഫോമിലോട്ട്. ഇനി നമ്മൾ പറഞ്ഞു ഇവിടെ ഇമേജോ ടെക്സ്റ്റോ ആണ് കൺവേർട്ട് ചെയ്യുന്നത്. അപ്പോൾ ആ ഒരു സംഭവത്തിന്, അതായത് ഇപ്പോൾ സപ്പോസ് ഇമേജ് ആണെങ്കിൽ അതിന് ഉറപ്പായിട്ടും ഒരു റെസൊല്യൂഷൻ ഉണ്ടാവും. ദാറ്റ് മീൻസ് ഒരു ക്ലാരിറ്റി ഉണ്ടായിരിക്കും. അപ്പോൾ ആ റെസൊല്യൂഷൻ എന്ത് ഇമേജ് ആണോ കൊടുക്കുന്നത്, ആ ഇമേജിൻ്റെ റെസൊല്യൂഷൻ എത്രയാണോ അതിൽ ഒരിക്കലും ഒരു കുറവ് വരുന്നില്ല നമ്മൾ സ്കാനർ വെച്ച് സ്കാൻ ചെയ്യുമ്പോൾ. ഇനി ഇങ്ങനെ കിട്ടുന്ന ആ ഒരു ഇമേജിൻ്റെ ആ റെസൊല്യൂഷൻ്റെ യൂണിറ്റ് എന്ന് പറയുന്നത് ഡോട്ട്സ് പെർ ഇഞ്ചിലാണ്. ഇതൊരു കുഞ്ഞി പോയിന്റ് ആയിട്ട് നോട്ട് ചെയ്ത് വെക്കുക. ഓക്കെ, ഇനിയിപ്പോൾ നമ്മൾ പറഞ്ഞു സ്കാനറിനെ കുറിച്ച്. അപ്പോൾ ഈ സ്കാനർ എന്താ, ഇപ്പോൾ മാർക്കറ്റിനകത്ത് പല ടൈപ്പിലുള്ള സ്കാനേഴ്സ് അവൈലബിൾ ആണ്. കുറേ കാലങ്ങൾക്ക് മുന്നെയാണ് ഈ സ്കാനർ എന്നുള്ള സംഭവം ഡെവലപ്പ് ചെയ്തെങ്കിലും അതിനകത്ത് മോഡിഫിക്കേഷൻ ഉറപ്പായിട്ടും വരും. അപ്പോൾ ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളത് പല തരത്തിലുള്ള സ്കാനേഴ്സ് ഉണ്ട്. അതിൽ മെയിനായിട്ട് നമ്മൾ പഠിക്കാൻ പോകുന്നത് 3 സ്കാനേഴ്സാണ്. ഫസ്റ്റ് വൺ ഫ്ലാറ്റ് ബെഡ് സ്കാനേഴ്സ്, സെക്കൻഡ് വൺ ഷീറ്റ് ഫെഡ് സ്കാനേഴ്സ് ആൻഡ് തേർഡ് വൺ ഈസ് ദ ഹാൻഡ് ഹെൽഡ് സ്കാനേഴ്സ്. ഇനി നമുക്കിത് ഓരോന്നോരോന്നായിട്ട് എങ്ങനെയാണ് എന്നുള്ളതും കൂടി നോക്കാം. ഇനി ഇതിൽ ഫ്ലാറ്റ് ബെഡ് സ്കാനേഴ്സിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ആ പേര് പറയുന്നത് പോലെ തന്നെ ഈ സ്കാനിങ് നടക്കുന്ന ഒരു ഫ്ലാറ്റ് ആയിട്ടുള്ള ഒരു സർഫസിലായിരിക്കും. ഇപ്പം നിങ്ങൾ ഫോട്ടോ കോപ്പി എടുക്കുന്ന മെഷീൻ എല്ലാം കണ്ടിട്ടുണ്ടായിരിക്കുമല്ലോ. അവിടെ നമ്മൾ എന്താ ചെയ്യുന്നത്, നമുക്ക് എടുക്കേണ്ടുന്ന ആ ഫോട്ടോ കോപ്പി എടുക്കേണ്ടുന്നത് എവിടെയാണ് വെക്കുന്നത്, ഒരു ഫ്ലാറ്റ് സർഫസിലാണ് വെക്കുന്നത്. എന്നിട്ട് ഒരു ലിഡ് വെച്ചുകൊണ്ട് ക്ലോസ് ചെയ്യുകയും ചെയ്യും. സെയിം ടെക്നിക് തന്നെയാണ് ഇവിടെ ഫ്ലാറ്റ് ബെഡ് സ്കാനേഴ്സിൻ്റെ കേസിലും യൂസ് ചെയ്യുന്നത്. പക്ഷേ ഓൾമോസ്റ്റ് ഒരു പ്രിൻ്ററിൻ്റെ ഒക്കെ ഒരു സൈസ് ഇതിനകത്ത് ഉണ്ടായിരിക്കത്തുള്ളൂ. അപ്പം നമുക്ക് സ്കാൻ ചെയ്യേണ്ടത് എന്താണോ അത് ഇതുപോലെയുള്ള ഒരു ഫ്ലാറ്റ് സർഫസിൽ വെക്കുന്നു. അതിനുശേഷം ഈ ലിഡ് വെച്ച് ക്ലോസ് ചെയ്യുന്നു. എന്നിട്ടാണ് സ്കാനിങ് ഫംഗ്ഷൻ അവിടെ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇനി ഇതിനെക്കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ എവിടെയാണ് ഏറ്റവും കൂടുതൽ ഇഫക്റ്റീവ് ആയിട്ടുള്ളത്, ഇഫക്റ്റീവ് ഫോർ സ്കാനിങ് ബുക്സ്, ന്യൂസ് പേപ്പർ, ആർട്ടിക്കിൾസ്. അതുപോലെ ന്യൂസ് പേപ്പർ പ്രിൻറ്റ് ചെയ്യാൻ, അല്ലെങ്കിൽ ന്യൂസ് പേപ്പർ സ്കാൻ ചെയ്യാൻ യൂസ് ചെയ്യാം. അതല്ലെങ്കിൽ ഏതെങ്കിലും ആർട്ടിക്കിൾസ് സ്കാൻ ചെയ്യാൻ യൂസ് ചെയ്യാം. അതുമല്ലെങ്കിൽ ബുക്സ് എന്ന് പറയുമ്പോൾ നമുക്കൊരു കട്ടിയുള്ള ഒരു സാധനമാണ്. നമ്മളത് തുറന്ന് വെച്ചിട്ട് സ്കാനിങ്ങിന് ഇങ്ങനെ കൊടുത്താലും കുറച്ച് പൊങ്ങി നിൽക്കുന്ന ഒരു തിക്കായിട്ടുള്ളൊരു മെറ്റീരിയൽ ആയിരിക്കും. എങ്കിൽ കൂടിയിട്ട് അത്തരത്തിലുള്ള ബുക്സ് ആവട്ടെ നമുക്കിവിടെ ഈ ഒരു സ്കാനർ വെച്ചുകൊണ്ട് സ്കാൻ ചെയ്യാൻ പറ്റും. പിന്നെ ഫ്രാഗൈൽ, അതായത് പൊട്ടുന്ന തരത്തിലുള്ള സാധനങ്ങളെല്ലാം നമുക്ക് ഈ ടൈപ്പിലുള്ള സ്കാനർ വെച്ചുകൊണ്ട് സ്കാൻ ചെയ്യാൻ പറ്റുമെന്നാണ് പറയുന്നത്. ഇനി നെക്സ്റ്റ് പോയിന്റിലേക്ക് പോകുകയാണെന്നുണ്ടെങ്കിൽ എന്താ പറയുന്നത്, വെരി ഈസി ആസ് കമ്പയർഡ് ടു അതർ സ്കാനേഴ്സ്. ബാക്കിയുള്ള സ്കാനേഴ്സിനെ കുറിച്ച് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നതേ ഉള്ളൂ. അപ്പോൾ അതിനെ കുറിച്ച് കമ്പയർ ചെയ്യുമ്പോൾ വളരെ ഈസി ആയിട്ട് നമുക്ക് വർക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു സ്കാനറാണ് ഫ്ലാറ്റ് ബെഡ് സ്കാനേഴ്സ്
സ്കാനേഴ്സ് എന്ന് പറയുന്നത്. പിന്നീട് ചില മോഡൽസ് കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ഇപ്പോൾ ടെക്നോളജി ഡെവലപ്പ് ചെയ്യുന്നതിനനുസരിച്ച് തന്നെ അതിൽ വേരിയേഷനും വരും അല്ലേ. അപ്പോൾ ഉറപ്പായിട്ടും ഇപ്പോൾ വരുന്ന പലതിനകത്തും ബ്ലൂടൂത്തിനും അതുപോലെ തന്നെ വയർലെസ് എന്നുള്ള ഫെസിലിറ്റി കൂടി അവൈലബിൾ ആയിട്ടുണ്ട്. പിന്നീട് ഇതിൻ്റെ അഡ്വാൻറ്റേജ് ഡിസഡ്വാൻറ്റേജിലേക്ക് പോവുകയാണെന്നുണ്ടെങ്കിൽ എക്സ്പെൻസീവും ആണ്, അതുപോലെ തന്നെ മോർ സ്പേസ് എടുക്കും. ഇത് ഒരു ഡിസഡ്വാൻറ്റേജ് ആണ് ആക്ച്വലി. എക്സ്പെൻസീവ് ആയതുകൊണ്ട് തന്നെ പലരും വീടുകളിലൊന്നും ഈ പ്രിൻ്റർ ആവട്ടെ അല്ലെങ്കിൽ സ്കാനർ ആവട്ടെ വാങ്ങി വെക്കാറില്ല. അത് അത്രയും അത്യാവശ്യമാണെങ്കിലാണ് നമ്മൾ ഇത്തരം ഡിവൈസുകളെല്ലാം വീട്ടിനെല്ലാം വാങ്ങുന്നത്. മോസ്റ്റ്ലി നമ്മളിത് കാണുന്നത് സ്കൂളുകളിൽ അല്ലെന്നുണ്ടെങ്കിൽ ഏതെങ്കിലും ഓഫീസിലൊക്കെയാണ് നമ്മൾ ഇത്തരത്തിലുള്ള ഡിവൈസുകൾ യൂസ് ചെയ്യാറുള്ളത്. അത് എന്തുകൊണ്ടാണ്? ഒരു റീസൺ എന്ന് പറയുന്നത് എക്സ്പെൻസീവാണ്. പിന്നീട് രണ്ടാമത്തെ റീസൺ സ്പേസ് കുറച്ച് കൂടുതൽ എടുക്കുന്നു എന്നുള്ളതാണ്. ഇപ്പോൾ വരുന്ന പല പ്രിൻറ്റേഴ്സ് നോക്കിയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ കൂടെ സ്കാനിങ് ഫെസിലിറ്റി കൂടി അവൈലബിൾ ആയിട്ടാണ് വരുന്നത്. അപ്പോൾ ഇത്രയാണ് നമുക്ക് ഫ്ലാറ്റ് ബെഡ് സ്കാനേഴ്സിനെ കുറിച്ച് പറയാനുള്ളത്. ഇനി നെക്സ്റ്റ് സ്കാനറാണ് ഷീറ്റ് ഫെഡ് സ്കാനേഴ്സ് എന്ന് പറയുന്നത്. ഇത് നമ്മൾ തൊട്ട് മുന്നേ പറഞ്ഞ ഫ്ലാറ്റ് ബെഡ് സ്കാനേഴ്സിനെ അപേക്ഷിച്ചിട്ട് സൈസ് കുറവാണ്. അതുകൊണ്ട് തന്നെ വളരെ കുറഞ്ഞ സ്പേസിലാണെങ്കിലും നമുക്കിത് പ്ലേസ് ചെയ്യാൻ പറ്റും എന്നുള്ളത് ഒരു അഡ്വാൻറ്റേജ് ആണ്. ഇനി ഇതിൻ്റെ ഒരു സ്ട്രക്ചറിനെ കുറിച്ച് പറയുകയാണെങ്കിൽ നമ്മുടെ പ്രിൻറ്റേഴ്സ് കണ്ടിട്ടുണ്ടായിരിക്കും. പ്രിൻറ്റേഴ്സിൽ എങ്ങനെയാണ് നമ്മൾ പ്രിൻറ്റിങ് ചെയ്യുന്നത്? ഒരു സൈഡിൽ പേപ്പർ ഇൻസേർട്ട് ചെയ്യും, ഇൻസേർട്ട് ചെയ്തിട്ട് അത് പ്രിൻറ്ററിലോട്ട് പോകുമ്പോൾ പ്രിൻറ്റ് ചെയ്തിട്ട് മറ്റൊരു സൈഡിലൂടെ തിരിച്ചു വരികയാണ് ചെയ്യുന്നത്. ഓൾമോസ്റ്റ് ഒരു സെയിം സ്ട്രക്ചർ തന്നെയാണ് ഈ ഒരു സ്കാനറിനുള്ളത്. പക്ഷേ ഈ ഒരു പ്രിൻ്ററിൻ്റെ അത്രയൊന്നും സൈസ് ഈ ഒരു സ്കാനറിന് വരുന്നില്ല. പിന്നീട് ഇതിൽ വേറൊരു അഡ്വാൻറ്റേജ് എന്ന് പറയുമ്പോൾ ഒരു ഷീറ്റ് നമ്മൾ സ്കാൻ ചെയ്യാൻ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ഷീറ്റിൻ്റെ രണ്ട് സൈഡിലും നമുക്ക് സ്കാൻ ചെയ്യേണ്ട ഡോക്യുമെൻറ്റ്സും ഉണ്ടെങ്കിൽ അറ്റ് എ ടൈമിൽ ഒരൊറ്റ പ്രോസസ്സിൽ തന്നെ നമുക്ക് ഈ രണ്ട് ഡോക്യുമെൻറ്റ്സും സ്കാൻ ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് അഡ്വാൻറ്റേജ്. പിന്നെ വേറൊരു ഡിസഡ്വാൻറ്റേജിലോട്ട് പോവുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഫ്ലാറ്റ് ബെഡ് സ്കാനേഴ്സിൽ ബുക്സ് എല്ലാം നമുക്ക് സ്കാൻ ചെയ്യാൻ പറ്റും എന്ന് പറഞ്ഞു. അതായത് കുറച്ച് കട്ടി ഉണ്ടായിരിക്കും. നമ്മളിങ്ങനെ തുറന്നിട്ട് ഇങ്ങനെ വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കുറച്ച് ബൾക്കി ആയിട്ട് ഉള്ളതായിരിക്കും ഒരു ബുക്ക് എന്ന് പറയുമ്പോൾ. പക്ഷേ ഈ ഒരു സ്കാനറിൻ്റെ കേസിൽ അതുപോലെയുള്ള ബുക്സ് ഒന്നും നമുക്ക് സ്കാൻ ചെയ്യാൻ പറ്റില്ല. ഷീറ്റ് ഓഫ് പേപ്പേഴ്സ് മാത്രമേ ഇവിടെ സ്കാൻ ചെയ്യാൻ പറ്റുള്ളൂ എന്നുള്ളതാണ് ഡിസഡ്വാൻറ്റേജ്. ദെൻ നെക്സ്റ്റ് പോവുകയാണെന്നുണ്ടെങ്കിൽ എവിടെയാണ്, ഏത് ഏരിയയിലാണ് ഇത് നമ്മൾ കൂടുതലായിട്ട് യൂസ് ചെയ്യുന്നത് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ബിസിനസ് ഏരിയയിൽ നമ്മൾ പേപ്പേഴ്സ് സ്കാൻ ചെയ്യേണ്ട സിറ്റുവേഷനിൽ ഏറ്റവും കൂടുതലായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. അതെന്താ കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വളരെ കുറച്ച് സമയമേ നമ്മുടെ കയ്യിലുള്ളൂ. ഒരുപാട് പേപ്പേഴ്സ് സ്കാൻ ചെയ്യാനുണ്ട്. ഈ പേപ്പർ ആവട്ടെ രണ്ട് സൈഡിലും ഡോക്യുമെൻറ്റ്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ അറ്റ് എ ടൈമിൽ നമ്മൾ ഈ ഒരു ഷീറ്റ് ഓഫ് പേപ്പർ ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ രണ്ട് സൈഡും അറ്റ് എ ടൈമിൽ സ്കാൻ ചെയ്തിട്ട് എടുക്കാൻ പറ്റും. ദാറ്റ് മീൻസ് അവിടെ ടൈം അവിടെ സേവ് ചെയ്യാൻ പറ്റും. അതുകൊണ്ട് തന്നെ ഈ ഒരു സ്കാനർ ഏറ്റവും കൂടുതലായിട്ട് യൂസ് ചെയ്യുന്നത് ബിസിനസ് ഏരിയയിലാണ്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് നമുക്ക് ഈ ഒരു ഷീറ്റ് ഫെഡ് സ്കാനേഴ്സിനെ കുറിച്ചിട്ട് പറയാനുള്ളത്. ഇനി തേർഡ് സ്കാനറാണ് ഹാൻഡ് ഹെൽഡ് സ്കാനർ. അത് ആ പേര് പറയുന്നത് പോലെ തന്നെ കയ്യിൽ വെച്ചുകൊണ്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു സ്കാനറാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് കയ്യിൽ വെക്കുമ്പോൾ എന്ത് പറ്റും? നമുക്കത് മൂവ് ചെയ്യിക്കാൻ പറ്റും. ദാറ്റ് മീൻസ് പോർട്ടബിൾ ആയിട്ടുള്ളൊരു സ്കാനർ കൂടിയാണ്. ദാറ്റ് മീൻസ് നമ്മൾ നേരത്തെ പറഞ്ഞ രണ്ട് സ്കാനേഴ്സിനെ അപേക്ഷിച്ചിട്ട് ഈ ഒരു സ്കാനറിൻ്റെ സൈസ് വളരെയധികം ചെറുതാണ് എന്നുള്ളതാണ് ഇവിടുത്തെ മെയിൻ ആയിട്ടുള്ള ഒരു പ്രത്യേകത. പിന്നീട് ഇതിൻ്റെ സ്ട്രക്ചറിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ബാക്കി രണ്ട് സ്കാനറിനെ അപേക്ഷിച്ചിട്ട് ബാക്കി രണ്ട് സ്കാനറിൽ നമ്മൾ എന്താ ചെയ്തിട്ടുണ്ടായിരുന്നത്? നമുക്ക് സ്കാൻ ചെയ്യേണ്ടുന്ന ഡോക്യുമെൻ്റ് ആ ഒരു സ്കാനിങ്, അതായത് ആ ഡിവൈസിലോട്ട് ഇൻസേർട്ട് ചെയ്യുകയാണ് ചെയ്തിരുന്നത്. അതിൽ നിന്നും ഡിഫറെൻ്റ് ആയിട്ട് ഇതിലെ വർക്കിങ്ങിലോട്ട് വരികയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്താണോ സ്കാൻ ചെയ്യേണ്ടത് ആ ഡോക്യുമെൻറ്റ്സിനെ അവിടെ പ്ലേസ് ചെയ്തതിന് ശേഷം നമ്മൾ ഈ ഒരു സ്കാനർ അതിൻ്റെ മുകളിലൂടെ മൂവ് ചെയ്യിച്ചും കൊണ്ടാണ് സ്കാനിങ് എന്നുള്ള പ്രോസസ്സ് നടക്കുന്നത്. ഓക്കെ, ഇനി ഇത് എവിടെയാണ് കൂടുതലായിട്ട് വർക്ക് ചെയ്യുന്നതെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ബില്ലിംഗ് കൗണ്ടേഴ്സിൽ, അതായത് നമ്മളിപ്പോൾ ഒരു സാധനം മേടിച്ചിട്ട് അതിനൊരു ബാർകോഡ് ഉണ്ടെന്നുണ്ടെങ്കിൽ അത് സ്കാൻ ചെയ്യുന്ന സമയത്തെല്ലാം നമ്മൾ യൂസ് ചെയ്യുന്നത് ഈ ടൈപ്പിലുള്ള ബാർകോഡ് സ്കാനേഴ്സാണ്. പിന്നീട് ഇതിൻ്റെ അഡ്വാൻറ്റേജസിലോട്ട് പോവുകയാണെന്നുണ്ടെങ്കിൽ ലെസ് എക്സ്പെൻസീവ് ആണ്, അതുപോലെ തന്നെ സ്മോൾ ഇൻ സൈസാണ്. ലെസ് എക്സ്പെൻസീവ് എന്ന് പറയാൻ കാരണം അതിന് നേരത്തെ നമ്മൾ പറഞ്ഞ രണ്ട് സ്കാനേഴ്സിനെ അപേക്ഷിച്ചിട്ട് വളരെയധികം വില കുറവായിട്ടുള്ള ഒരു സ്കാനറാണ്. പിന്നീട് എന്താ പറഞ്ഞത്? സ്മോൾ ഇൻ സൈസ്. നമ്മൾ പറഞ്ഞു കയ്യിൽ ഒതുങ്ങാവുന്ന സൈസേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ ഇത് എവിടെ വെക്കും, ഒരുപാട് പ്ലേസ് വേണമല്ലോ കീപ്പ് ചെയ്യാൻ, അങ്ങനത്തെ ചിന്തയ്ക്കൊന്നും ഒരു ഇമ്പോർട്ടൻസ് ഇവിടെ വരുന്നില്ല. സോ ഇത്രയാണ് നമുക്ക് സ്കാനേഴ്സിനെ കുറിച്ച് പറയാനുള്ളത്. അപ്പം മെയിനായിട്ട് നമ്മൾ ഇന്ന് മൂന്ന് സ്കാനേഴ്സിനെ കുറിച്ചിട്ടാണ്, മൂന്ന് ടൈപ്പ് സ്കാനേഴ്സിനെ കുറിച്ചിട്ടാണ് പറഞ്ഞത്. ഇത് കൂടാതെ ഡ്രം സ്കാനർ, ഫോട്ടോ സ്കാനർ, ഫിലിം സ്കാനർ, നമുക്ക് വേറെയും കുറേ സ്കാനേഴ്സ് ഉണ്ട്. ഈ മൂന്നെണ്ണമാണ് കോമൺ ആയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇനി നെക്സ്റ്റ് ഇൻപുട്ട് ഡിവൈസിനെ കുറിച്ചിട്ട് നമുക്ക് ഡിസ്കസ് ചെയ്യാം. നെക്സ്റ്റ് ഇൻപുട്ട് ഡിവൈസ് ആണ് OMR എന്ന് പറയുന്നത്. OMR എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഓപ്റ്റിക്കൽ മാർക്ക് റീഡർ.
ഇനി നിങ്ങൾക്ക് ഈ ഒരു ഡിവൈസ് എന്താണ് എന്നറിയുന്നതിന് മുന്നേ ആയിട്ട് OMR ഷീറ്റിനെ കുറിച്ച് നമുക്ക് അറിഞ്ഞിരിക്കണം. ഇത് നിങ്ങൾക്ക് അറിയാവുന്നതായിരിക്കും, ഞാൻ ഒന്നുകൂടി പറയാം. ഒരു OMR ഷീറ്റ് കൺസിഡർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതിനകത്ത് നമ്മൾ ആൻസർ എഴുതുന്ന സമയത്ത് ഓരോ ക്വസ്റ്റ്യൻസിനും കറസ്പോണ്ടിങ് ഓപ്ഷൻസ് ബബിൾസ് ആയിട്ടായിരിക്കും തന്നിട്ടുണ്ടായിരിക്കുക. ഇതിൽ കറസ്പോണ്ടിങ് നമ്മൾക്ക് ചൂസ് ചെയ്യുന്ന ആ ബബിൾസ് ആണ് നമ്മൾ ഡാർക്കൺ ചെയ്യുന്നത്. അപ്പോൾ ഇതിലെ ഫസ്റ്റ് ക്വസ്റ്റ്യനിൽ ഞാൻ മാർക്ക് ചെയ്യുന്നത് സെക്കൻഡ് ബബിളാണ്, അതുപോലെ തന്നെ സെക്കൻഡ് ക്വസ്റ്റ്യനിൽ മാർക്ക് ചെയ്യുന്നത് ഫസ്റ്റ് ബബിളാണ്. അങ്ങനെയാണെങ്കിൽ ഈ ഒരു രൂപത്തിലായിരിക്കും എൻ്റെ OMR ഷീറ്റ് ഉണ്ടായിരിക്കുക. ഇനി ഈ OMR ഷീറ്റ് ഫുള്ള് ഞാൻ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം അത് ഇവാലുവേറ്റ് ചെയ്യണം. ഇവാലുവേറ്റ് ചെയ്യണം എന്നുണ്ടെങ്കിൽ നമുക്കൊരു ഡിവൈസ് വേണം. അതിന് വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഡിവൈസാണ് ഒപ്റ്റിക്കൽ മാർക്ക് റീഡർ എന്ന് പറയുന്നത്. അതായത് ഈ ഒരു OMR ഷീറ്റിനെ റീഡ് ചെയ്യാനുള്ള ഡിവൈസ്. ഓക്കെ, ഇനി ഇതിൻ്റെ വർക്കിംഗ് എങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ അത് വർക്കിങ്ങിലോട്ട് വരുമ്പോൾ ഈ ഒരു OMR ഡിവൈസിൻ്റെ ഉള്ളിൽ ഓൾറെഡി ഒരു സ്കാനർ ഉണ്ടായിരിക്കും. ദാറ്റ് മീൻസ് നമ്മൾ ഈ കൊടുക്കുന്ന ഈ ഒരു ഷീറ്റ് ഉണ്ടല്ലോ അത് സ്കാൻ ചെയ്തിട്ട് ആ ഒരു ഡാറ്റ അവിടെ ആദ്യം സ്റ്റോർ ചെയ്യുന്നുണ്ടായിരിക്കും. ഇതിന് ഈ ഒരു പ്രോസസ്സ് നടക്കുന്നതിന് മുന്നേ ആയിട്ട് തന്നെ ഇതിൻ്റെ ആക്ച്വലി അതായത് കറക്റ്റ് ആൻസേഴ്സ് വരുന്ന ആ ഒരു ഷീറ്റ് ഓഫ് ഡാറ്റ ഓൾറെഡി ഇതിനകത്ത് സ്റ്റോർ ചെയ്തിട്ട് വെച്ചിട്ടും ഉണ്ടായിരിക്കും. അപ്പോൾ ഈ ഒരു സ്കാനർ വഴി ഈ ഒരു ഡാറ്റ ഈ OMR ഷീറ്റ് അതിനകത്ത് സ്റ്റോർ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നടക്കുന്നത് കമ്പാരിസൺ ആണ്. കമ്പാരിസൺ എങ്ങനെയാണ് നടക്കുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു ഷീറ്റിലോട്ടും ഒരു ലൈറ്റിൻ്റെ പ്രസൻസ് വഴിയാണ് അവിടെ ആ ഒരു വർക്കിംഗ് നടക്കുന്നത്. ലൈറ്റ് അടിക്കുന്ന സമയത്ത് ഇവിടെ ചെക്ക് ചെയ്യുന്നത് ഇപ്പോൾ ഫസ്റ്റ് ബബിൾ എന്ന് പറയുമ്പോൾ വൈറ്റ് കളറിലായിരിക്കും. ദാറ്റ് മീൻസ് റിഫ്ലക്ഷൻ അവിടെ കൂടുതലായിരിക്കും. രണ്ടാമത്തെ ബബിളിലോട്ട് വരുമ്പോൾ റിഫ്ലക്ഷൻ കുറവാകും, കാരണം ഇത് ഡാർക്കൺ ഏരിയ ആണ്. തേർഡ് ബബിളിലോട്ട് പോകുമ്പോൾ റിഫ്ലക്ഷൻ കൂടുതലായിരിക്കും. ഫോർത്തിൽ പോകുമ്പോൾ റിഫ്ലക്ഷൻ കൂടുതലായിരിക്കും. അതായത് റിഫ്ലക്ഷൻ കുറവുള്ള ഏരിയ ആണ് അവിടെ ക്യാച്ച് ചെയ്യുന്നത്. അത് ക്യാച്ച് ചെയ്തതിന് ശേഷം ഒറിജിനൽ ഡാറ്റ, അതായത് നമ്മുടെ ശരിക്കുള്ള ഫുൾ കറക്റ്റ് ആയിട്ടുള്ള ഒരു ആൻസർ ഷീറ്റ് അവിടെ ഓൾറെഡി സ്റ്റോർഡ് ആയിരിക്കും എന്ന് പറഞ്ഞു. അതുമായിട്ട് കമ്പയർ ചെയ്തിട്ടാണ് ഇതിൽ ആൻസർ കറക്റ്റ് ആണോ റോങ് ആണോ എന്നുള്ളത് ഇവാലുവേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു രീതിയിലാണ് OMRൻ്റെ വർക്കിംഗ് വരുന്നത്. അപ്പോൾ ഇതിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് ആപ്ലിക്കേഷൻ എവിടെയാണെന്ന് മനസ്സിലായിട്ടുണ്ടായിരിക്കും. മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് ഒക്കെ ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഒപ്റ്റിക്കൽ മാർക്ക് റീഡർ മെയിനായിട്ട് യൂസ് ചെയ്യുന്നത്. സോ ഇത്രയാണ് നമുക്ക് OMRനെ കുറിച്ച് പറയാനുള്ളത്. ഇനി നെക്സ്റ്റ് ഇൻപുട്ട് ഡിവൈസ് ആണ് സ്മാർട്ട് കാർഡ് റീഡർ എന്ന് പറയുന്നത്. നമ്മുടെ കയ്യിലെല്ലാം സ്മാർട്ട് കാർഡ്സ് ഉണ്ട്. അത് റീഡ് ചെയ്യാൻ യൂസ് ചെയ്യുന്ന ഡിവൈസിനെയാണ് നമ്മൾ സ്മാർട്ട് കാർഡ് റീഡർ എന്ന് പറയുന്നത്. ഇനി ഒരു സ്മാർട്ട് കാർഡ് കൺസിഡർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ സ്ട്രക്ചർ എന്ന് പറയുന്നത് എങ്ങനെയായിരിക്കും? അതിനുള്ളിൽ ഒരു ചെറിയ പ്ലാസ്റ്റിക്കിൻ്റെ ബാഡ്ജ് ആയിരിക്കും. അതിൻ്റെ മേലെ എന്തുണ്ടായിരിക്കും? ഒരു ചിപ്പ് ഉണ്ടായിരിക്കും. ചിപ്പിനോട് അറ്റാച്ച് ചെയ്തിട്ടുണ്ട് ചെറിയൊരു മൈക്രോ പ്രോസസ്സറും കൂടി ഉണ്ടായിരിക്കും അല്ലേ? അപ്പോൾ ആ ഒരു ചിപ്പ് മാത്രമാണെന്നുണ്ടെങ്കിൽ അവിടെ ഒരു സ്റ്റോറേജ് മാത്രമേ നടക്കുന്നുള്ളൂ. അതിൻ്റെ കൂടെ മൈക്രോ പ്രോസസ്സറും കൂടി വരുമ്പോഴാണ് ആ ട്രാൻസാക്ഷൻ പ്രോസസ്സിംഗ് ഒക്കെ ചെയ്യാൻ നമുക്ക് സാധിക്കുന്നത്. ഇനി നമുക്ക് ഈ ഒരു സ്മാർട്ട് കാർഡ് റീഡറിൻ്റെ ഏതെല്ലാം ടൈപ്സ് വരുന്നുണ്ട് നോക്കാം. ഫസ്റ്റ് വൺ ആണ് കോണ്ടാക്റ്റ്, സെക്കൻഡ് വൺ കോണ്ടാക്ട്ലെസ് ആൻഡ് തേർഡ് വൺ ഇസ് ദ ഡ്യുവൽ ഇൻ്റർഫേസ്. ഇതിൽ ഈ കോണ്ടാക്റ്റ് എന്ന് പറഞ്ഞ ഗ്രൂപ്പ് മെയിനായിട്ട് സെക്യൂരിറ്റി പർപ്പസിന് യൂസ് ചെയ്യുന്ന കുറേ കൂടി സെക്യൂർ ആയിട്ട് ഗവൺമെൻറ് റിലേറ്റഡ് സെക്യൂരിറ്റിയുമായിട്ട് റിലേറ്റ് ചെയ്ത് കിടക്കുന്ന കാർഡ്സ് എല്ലാം വരുന്നത് ഈ കോണ്ടാക്റ്റ് റിലേറ്റഡ് കാർഡ്സിനകത്താണ്. ഇത് മെയിനായിട്ട് ഇതിൻ്റെ വർക്കിങ്ങിനെ കുറിച്ച് പറയുകയാണെങ്കിൽ യൂസർ തന്നെ ആ റീഡറിൻ്റെ ഉള്ളിൽ ഡയറക്റ്റ് അല്ലെങ്കിൽ ആ യൂസർ തന്നെ മാനുവലി ഇൻസേർട്ട് ചെയ്യാൻ പറ്റുന്നതായിരിക്കണം. ഇപ്പോൾ എക്സാമ്പിൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഗവൺമെൻറ് റിലേറ്റഡ് കാർഡ്സ് ആയിട്ടുള്ള ആധാർ കാർഡ്, ഡ്രൈവിംഗ് ലൈസൻസ് ഒക്കെ, പാൻ കാർഡ്, ഇതെല്ലാം ഈ ഒരു ഗ്രൂപ്പിലാണ് വരുന്നത്. ദെൻ നെക്സ്റ്റ് വൺ ആണ് കോണ്ടാക്ട്ലെസ് എന്ന് പറയുന്നത്. കോണ്ടാക്ട്ലെസ് ആ പേര് പറയുന്നത് തന്നെ ഒരു യൂസർ മാനുവലി പോയിട്ട് ഇൻസേർട്ട് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. അതിൻ്റെ അടുത്ത് കൊണ്ടുപോയാൽ തന്നെ ഇതിനെ റീഡ് ചെയ്യാൻ പറ്റും. അതിന് വേണ്ടിയിട്ട് ഹെൽപ്പ് ആകുന്നത് എന്ത് വെച്ചുകൊണ്ടാണ്? റേഡിയോ ഫ്രീക്വൻസി വേവ്സ് വെച്ചുകൊണ്ടാണ്. അതിനിപ്പോൾ എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഫാസ്റ്റ് ടാഗ് എല്ലാം യൂസ് ചെയ്യുന്നുണ്ട് ടോൾ ബൂത്തിനകത്ത് അല്ലേ? അതുപോലെ തന്നെ ചില ഡോറിൻ്റെ അടുത്ത് കൊണ്ടുപോയിട്ട് ഒരു കാർഡ് റീഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഡോർ ഓപ്പൺ ചെയ്യാൻ പറ്റും. പാർക്കിംഗ് സ്ലോട്ടുകളിൽ ഇവിടെയെല്ലാം നമുക്ക് ഈ ടൈപ്പിലുള്ള കാർഡ്സ് ആണ് യൂസ് ചെയ്യുന്നത്. ദെൻ നെക്സ്റ്റ് വൺ ആണ് ഡ്യുവൽ ഇൻ്റർഫേസ്. ആ പേര് പറയുന്നതിൽ തന്നെ അതായത് കോണ്ടാക്ട്ലെസ് ഇതിൻ്റെ ഒരു കോമ്പിനേഷനാണ് ഡ്യുവൽ ഇൻ്റർഫേസ് സ്മാർട്ട് കാർഡ് റീഡേഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിനകത്ത് കോമ്പിനേഷൻ എന്ന് പറയുമ്പോൾ ഈ രണ്ട് ഫെസിലിറ്റീസും ഈ ഒരു ഗ്രൂപ്പിൻ്റെ ഉള്ളിൽ അവൈലബിൾ ആയിരിക്കും. അതിന് വേണ്ടിയിട്ട് എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ചില ഡെബിറ്റ് കാർഡ്സ് ഇപ്പോൾ വരുന്ന പല ഡെബിറ്റ് കാർഡും നമുക്ക് ഇങ്ങനെ അടുത്ത് കാണിച്ചു കഴിഞ്ഞാൽ റീഡറിൻ്റെ അടുത്ത് കാണിച്ചു കഴിഞ്ഞാലും അത് റീഡായി എടുക്കുന്നുണ്ട്, അതുപോലെ തന്നെ സ്വൈപ്പ് ചെയ്യാനും പറ്റുന്നത്. സോ ഇത്രയാണ് സ്മാർട്ട് കാർഡ് റീഡറിനെ കുറിച്ച് പറയാനുള്ളത്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്ന എല്ലാ ഇൻപുട്ട് ഡിവൈസുകളും അതിൻ്റെ വർക്കിങ്ങും അതിൻ്റെ ആപ്ലിക്കേഷനും എല്ലാം നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു. താങ്ക്സ് ഫോർ വാച്ചിങ്. സീ യു ഓൺ നെക്സ്റ്റ് ക്ലാസ്. ബൈ.